ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഈശോ ഒന്ന് നിൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പാതുവായിലെ വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ തിരുനാൾ ദിവസമാണ്. തിരുനാളിന് മംഗളക്കൂടി നിനക്ക് പ്രത്യേകമായിട്ട് ചേർത്ത് വയ്ക്കുക. എങ്ങനെ ഒരു വ്യക്തിക്ക് വിശുദ്ധനായി തീരുവാനായിട്ട് സാധിക്കുക? അത് ജീവിതത്തിൻ്റെ നൈർമല്യമാണ്. ക്രിസ്തുവിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് പരിപൂർണമായിട്ട് വസിക്കാവുന്ന രീതിയിൽ ഹൃദയത്തെ ഒരുക്കുക എന്നുള്ളതാണ്. അത് നൈർമല്യമുള്ളൊരു ജീവിതമാണ്, അത് വിശുദ്ധമായൊരു ജീവിതമാണ്. അതിന് നമ്മൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വചനം ഇപ്രകാരം പറയുന്നു. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 29-ാം തിരുവചനം: വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുകയാണ്. ഈശോത്ര കർക്കശമായിട്ട് പറയണേ നോക്കുക. നിന്റെ വലത് കണ്ണ് നിന്നെ പാപത്തിലേക്ക് നയിക്കുന്ന ചൂഴ്ന്നെടുത്ത് കളയുക, അല്ലെങ്കിൽ നീ നരകത്തിലേക്ക് പോകത്തുള്ളൂ. അത് കളഞ്ഞതിന് ശേഷം നിനക്ക് ജീവിക്കാം. ജീവിതത്തെ പുലർത്തേണ്ട വിശുദ്ധി അത് നീ ഏറെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. നൈർമല്യമായൊരു ജീവിതം നയിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചെന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. നൈർമല്യത്തോടും വിശുദ്ധിയോടും കൂടി ജീവിക്കുവാനായിട്ട് വ്യക്തിയെ അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകളും നിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവം.